സുഹൃത്തുക്കളെ, ഉമ്മമാരെ, അപ്പൊ എന്നും ഭർത്താക്കന്മാര് വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോ ആ ഭർത്താക്കന്മാര് ചിലപ്പോ ഹറാമ് സമ്പാദിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയായിരിക്കും, നിങ്ങളെ പ്രീതിപ്പെടുത്താനായിരിക്കും. ചിലപ്പോൾ ഭർത്താവിലുള്ള ഹലാലായ സമ്പാദ്യം നിങ്ങൾക്ക് തികയില്ല എന്ന് വരും. പക്ഷേ നിങ്ങൾ അങ്ങനെയാകാൻ പാടില്ല. നിങ്ങൾ അവരെ ഇടയ്ക്കിടയ്ക്ക് മുന്നറിയിപ്പ് നൽകണം. എന്തേ കാരണം? മുൻഗാമികളായ മഹദിമാരില്ലയോ, ആ മഹദിമാരുടെ ചരിത്രത്തിൽ കാണാം. ആ മഹദിമാർ അവരുടെ ഭർത്താക്കന്മാര് സമ്പാദിക്കാൻ വീട്ടിൽ നിന്ന് അതിരാവിലെ പുറത്തിറങ്ങുമ്പോ ആ ഭർത്താക്കന്മാരോട് അവരുടെ മഹദിമാരായ ഭാര്യമാര് പറഞ്ഞിരുന്നു ഒരു വാക്ക്. എന്താണ് ഭാര്യമാർ പറഞ്ഞിരുന്നത്? ഇയ്യാകും വകസ്ബൽ ഹറാം. അല്ലയോ ഭർത്താക്കന്മാരെ, നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കണം കേട്ടോ. നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കണം. അതെന്താ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞത്? നിങ്ങളിപ്പോ വീട്ടിൽ നിന്ന് പുറത്തു പോവുകയാണ്. എന്നാൽ വീട്ടിലാകുമ്പോൾ ഭാര്യ ഞാൻ മാത്രമാണ്. അതേ സമയത്ത് നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയാൽ പല അന്യ സ്ത്രീകളെ നിങ്ങൾക്ക് കാണാൻ അവസരമുണ്ട്. ആ അന്യ സ്ത്രീകളെ നിങ്ങൾ കാണുമ്പോ വീട്ടിൽ ഒരു പെണ്ണുണ്ട് എന്ന കാര്യം മറന്നു പോകരുത് കേട്ടോ. പറയണം. നിങ്ങൾ മദ്യപിക്കരുതേ എന്ന് പറയണം. നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തു പോവുകയാണല്ലോ, അപ്പൊ നിങ്ങൾ കച്ചവടത്തിനാണ് പോകുന്നത്, ജോലിക്കാണ് പോകുന്നത്. എന്നാൽ നിങ്ങൾ പകലിൽ അതാ പള്ളിയുടെ അടുത്ത് നിന്ന് അതാ ബാങ്ക് വിളി കേൾക്കുമ്പോ നിങ്ങൾ ആ പള്ളിയിൽ കയറിയിട്ടൊന്ന് നിസ്കരിക്കണേ. നിങ്ങൾ നിസ്കാരം മുടക്കരുതേ. ഉപദേശിക്കണം. ഇസ്ലാം മുസ്ലിം സമുദായത്തിൽപ്പെട്ട ചില ഉപ്പമാർ ഇപ്പോഴും മദ്യപിക്കുന്നവരാണെന്ന് അറിയുന്നതിൽ വലിയ സങ്കടമുണ്ട്. ഞാൻ ഇന്നലെ മലപ്പുറം ജില്ലയിൽ കൊളത്തൂരിൽ പ്രഭാഷണത്തിന് വേണ്ടി പോകുമ്പോ ഒരു കുട്ടി എന്നെ വിളിക്കുകയാണ്. ഒരു കൗമാര ബാപ്പ മദ്യപാനിയാണ്. ആ മദ്യപിക്കുന്ന എന്റെ ബാപ്പാന്റെ സ്വഭാവം ഒന്ന് നന്നായി കിട്ടണം. അതിനെന്താ കേട്ടപ്പോൾ സങ്കടം തോന്നിപ്പോയി. ഞാൻ ഈ ചെറുപ്പക്കാരനായ ഇവനോട് ചോദിച്ചു, നീ എന്താ ചെയ്യുന്നത്? അപ്പൊ ഇവൻ പറഞ്ഞു, ഉസ്താദേ, ഞാൻ എന്റെ ബാപ്പാന്റെ ഇളയ മോനാണ്. എന്റെ ബാപ്പാക്ക് വേറെയും മക്കളുണ്ട്. അവരെല്ലാം എന്റെ ജേട്ടന്മാരാണ്. അവരുള്ളത് വിദേശത്താണ്. ഞാൻ മാത്രം നാട്ടിലാണ്. നീ എന്താ ചെയ്യുന്നത്? ഞാൻ +2 പഠിക്കുകയാണ്. +2 പഠിക്കുന്ന മകന്റെ സങ്കടം എന്താണെന്നറിയാമോ? ബാപ്പ കുടിയനാൻ. ബാപ്പയുടെ കുടിക്കുന്ന സ്വഭാവം ഒന്ന് മാറി കിട്ടണേ. സുബ്ഹാനല്ലാഹ്. ഞാൻ ആ കൗമാരപ്രായക്കാരനായ +2 പഠിക്കുന്ന ആ കുട്ടിയോട് ഞാൻ പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി ദുആ ചെയ്യാം, ബാപ്പാക്ക് വേണ്ടി ദുആ ചെയ്യാം. ഇങ്ങനെ ബാപ്പമാര് കുടിയന്മാരായി സഹിക്കുന്ന എത്ര മക്കളുണ്ട്? ബാപ്പമാരുടെ സ്വഭാവം മോശമായതുകൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന എത്ര മക്കളുണ്ട്? ഞാൻ എന്തിനാണിത് പറയുന്നത്? അങ്ങനെ ഉമ്മമാരെ, നിങ്ങൾ ഭർത്താക്കന്മാരോട് പറയണം, നിങ്ങൾ ശ്രദ്ധിക്കണം. പോരാ, ആ ഭർത്താക്കന്മാരോട് പറയേണ്ട മറ്റൊരു കാര്യമാണ് വകസ്ബൽ ഹറാം. ഓ ഭർത്താക്കന്മാരെ, നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തു പോവുകയാണല്ലോ. നിങ്ങൾ വീട്ടിലുള്ള സമയത്ത് നിങ്ങളെ ശ്രദ്ധിക്കാൻ ഞങ്ങൾക്ക് കഴിയും. അതേ സമയത്ത് വീട്ടിൽ നിന്ന് പുറത്തു പോയാൽ നിങ്ങളെ ശ്രദ്ധിക്കാൻ നമ്മെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് വകസ്ബൽ ഹറാം, ഹറാം സമ്പാദിക്കണ്ട. മുൻഗാമികളായ മഹദിമാർ അവരുടെ ഭർത്താക്കന്മാരോട് പറയുന്ന വാക്കാണത്. എന്നിട്ട് ആ ഭാര്യമാര് പറഞ്ഞിരുന്നത് എന്താണെന്നറിയാമോ? ഓ ഭർത്താക്കന്മാരെ, നിങ്ങൾ ചിലപ്പോൾ ഹലാലായ സമ്പാദ്യം മാത്രം സമ്പാദിക്കുമ്പോ അത് കുറഞ്ഞ സമ്പാദ്യമായിരിക്കും. എന്നാലും സാരമില്ല, വിശപ്പ് സഹിക്കാൻ ഞങ്ങൾ റെഡിയാണ്. അന്നത്തെ മഹദിമാരായ ഭാര്യമാര് പറഞ്ഞിരുന്നു, വിശപ്പ് സഹിക്കൽ നമ്മൾ തയ്യാറാണ്, പ്രയാസം സഹിക്കൽ തയ്യാറാണ്. അതേ സമയത്ത് വലാ നസ്ബിറു അലന്നാർ, നിങ്ങൾ ഹറാമായ സമ്പാദ്യം സമ്പാദിച്ച് ആ ഹറാമ് തീറ്റിച്ചാൽ
കിട്ടാൻ പോകുന്നത് നരകമാണ്. വമാ നബത മിനൽ ഹറാമി ഫന്നാറു ഔലാ ബിഹി. ഹറാമിലൂടെ സമ്പാദിച്ച സമ്പാദ്യത്തിന് അർഹതപ്പെട്ടത് നരകമാണ് കേട്ടോ. ആ നരകം സഹിക്കാൻ നമ്മെ കൊണ്ട് കഴിയില്ല. വലാ നസ്ബിറു അലന്നാർ. ആ നരകം സഹിക്കാൻ നമ്മെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് ഹലാല് മാത്രമേ സമ്പാദിക്കാവൂ എന്ന് ഭർത്താക്കന്മാരെ, ആ മുൻഗാമികളായ മഹദിമാരായ ഭാര്യമാർ ഇടക്കിടക്കൊരു മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. ആ മുന്നറിയിപ്പ് അന്നത്തെക്കാളും ആവശ്യം ഇക്കാലഘട്ടത്താണേ ഉമ്മമാരെ. അല്ലാതെ കണ്ടാൽ നിങ്ങളുടെ ഭർത്താക്കന്മാര് നിങ്ങൾക്ക് സൗകര്യം കുറഞ്ഞതിന്റെ പേരിൽ ഹറാമായ സമ്പാദ്യം സമ്പാദിച്ച് നിങ്ങൾക്ക് സൗകര്യം കൂട്ടിത്തന്നാൽ അതിന് കുറ്റക്കാര് നിങ്ങളും കൂടിയാ. അതുകൊണ്ടാണ് എങ്ങനെ സമ്പാദിക്കണം എന്നും കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ സമ്പാദ്യം എങ്ങനെ ആയിരിക്കണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. രണ്ട് രൂപത്തിൽ പുരുഷന്മാർ സമ്പാദിക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. രണ്ട് രൂപം. അതിൽ ഒന്ന് ഭാര്യമാർക്ക് ചെലവിന് കൊടുക്കാൻ, കുട്ടികൾക്ക് ചെലവിന് കൊടുക്കാൻ, മാതാപിതാക്കൾക്ക് ചെലവിന് കൊടുക്കാൻ. അതിന് നമുക്ക് ഹലാല് മാത്രം പോരെ, ഹറാം എന്തിനാണ്? അതേസമയം രണ്ടാമതായി സമ്പാദിക്കുന്ന ചില ആളുകളുണ്ട്. അവർ ചെലവിന് കൊടുക്കുക എന്ന ഉദ്ദേശം കൊണ്ട് മാത്രമല്ല, മറിച്ച് ഞാനൊരു വലിയ മുതലാളിയാണ് എന്ന് നാട്ടുകാർ മൊത്തം പറയാനാണ്. അങ്ങനെയാണെങ്കിൽ അപ്പോഴല്ലേ ഹറാമായ സമ്പാദ്യം സമ്പാദിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ത്വലബ ദുനിയാ ഹലാലാ. ദുനിയാവിനെ ഒരുത്തൻ സമ്പാദിക്കുന്നത് ഹലാലായ വഴിയിലൂടെയാണ്. ഇസ്തിഗ്ഫാഫൻ അനിൽ മസ്അല. ഒരാളോടും യാചിക്കാതെ ജീവിക്കണം, ഒരാളോടും ചോദിക്കാതെ മാന്യമായി ജീവിക്കണം. ആ നീയത്തിലാണ് ദുനിയാവ് സമ്പാദിക്കുന്നതെങ്കിൽ അത് വലിയ വിഷയമാണ്. നമ്മൾ ആരോടും യാചിക്കാൻ പാടില്ല, ഒരാളോടും ചോദിക്കാൻ പാടില്ല. അതിനെന്ത് വേണം? ചെറുപ്പക്കാരെ, നമ്മുടെ ഉമ്മമാർക്ക് വലിയ ടെൻഷൻ ഉണ്ട് കേട്ടോ. എന്തിന്റെ പേരിലാണ്? എത്ര ഉമ്മമാരാണ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നത്? ഈ അടുത്തൊരു പ്രായം ചെന്നൊരു മാമ എന്നെ വിളിച്ചു, ഉമ്മാമ എന്നെ വിളിച്ചിട്ട് വല്ലാത്ത കരച്ചില് തന്നെ. ആ ഉമ്മാമ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, മോനെ, ഉമ്മാമാക്ക് എന്റെ പേരറിയില്ല, പക്ഷേ വിളിക്കുന്നത് അങ്ങനെ മോനെ എന്നാണ്. ആ ഉമ്മാമ ആരാണെന്ന് എനിക്കറിയില്ല, എവിടെയുള്ള ഉമ്മാമയാണെന്ന് എനിക്കറിയില്ല. എന്നിട്ട് ആ ഉമ്മാമ എന്നെ വിളിച്ചിട്ട് പറയാണ്, മോനെ, എന്റെ മകന്റെ സ്വഭാവം നന്നാകാൻ ദുആ ചെയ്യണേ. ഞാൻ മോന്റെ പ്രഭാഷണം നിരന്തരം കേൾക്കുന്നൊരു ഉമ്മയാണ്. ആ സ്നേഹത്തിൽ പറയുകയാണ്, ദുആ ചെയ്യണേ. ഇപ്പൊ ഞാൻ ചോദിച്ചു, ഉമ്മാമ, എന്താണ് മകന്റെ സ്വഭാവത്തിന് കുറവുള്ളത്, എന്താണ്? അപ്പൊ പറഞ്ഞു, മോനെ, ജോലിക്ക് പോകുന്നില്ല, എന്റെ മകൻ അധ്വാനിക്കുന്നില്ല, ശരിയായ ഒരു ജോലിയില്ല. ഉമ്മാക്ക് ടെൻഷനാണ് മകൻ ജോലിക്ക് പോയില്ല എന്ന് കണ്ടാൽ. എത്ര ഉമ്മമാരാണ് മക്കൾക്ക് നല്ല ജോലി കിട്ടാൻ വേണ്ടി ദുആ ചെയ്യുന്നത്? സുബ്ഹാനല്ലാഹ്. ഞാൻ 2 ദിവസം മുമ്പ് ദുബായ് ഹോർലൈൻസിന്റെ വിശാലമായ ഗ്രൗണ്ടിൽ പ്രസംഗിക്കുമ്പോൾ ആ സദസ്സിൽ വെച്ച് ഒരു പെങ്ങള്, കേരളത്തിൽ എവിടത്തെ പെങ്ങളാണെന്നറിയില്ല, കർണാടകയിലെ പെങ്ങളാണോ എന്നറിയില്ല, അവിടുന്ന് അതാ ഒരു മോതിരം കൊടുത്തയച്ചു. അവിടത്തെ ഉമ്മമാരോട് ഞാൻ ആഭരണം ചോദിച്ചില്ല, പക്ഷേ ആ സഹോദരി ഒരു മോതിരം കൊടുത്തയച്ചിട്ട് പറഞ്ഞത്, ഉസ്താദേ, ഈ മോതിരം ഞാൻ ഈ പരിപാടിയിലേക്ക് കൊടുക്കുകയാണ്. എന്റെ ആഗ്രഹം എന്താണെന്നറിയാമോ? എന്റെ മകൻ ഒരു ഹാഫിളായി കിട്ടണേ, ഖുർആൻ 30 ജുസൂം കാണാതെ പഠിച്ചൊരു മോനായി കിട്ടണോ. കണ്ടില്ലേ? അപ്പോഴാണ് ഞാൻ ആലോചിക്കണത്, സ്ത്രീകൾക്ക് ഏറ്റവും താല്പര്യമുള്ള ഒന്നാണ് ആഭരണം. അതുകൊണ്ടാണ് പുരുഷന്മാരെ, നിങ്ങൾ സ്ത്രീകളെ കയ്യിൽ പോയി 1 ലക്ഷം രൂപ കൊടുത്താൽ
നിങ്ങളുടെ ഭാര്യമാരെ കയ്യിൽ പോയി 1 ലക്ഷം രൂപ കൊടുത്താൽ അവർക്കതിനേക്കാളും വലിയ സന്തോഷം 1 ലക്ഷം വില പിടിപ്പുള്ള ആഭരണം കൊടുക്കലാണ്. കാരണം അവർക്ക് 1 ലക്ഷമല്ല ആവശ്യം, അവർക്ക് വേണ്ടത് സ്വർണമാണ്, ആഭരണമാണ്. ആ ആഭരണം സ്ത്രീകൾക്ക് വലിയ താല്പര്യമാണ്. അത്രയും താല്പര്യമുള്ളൊരാഭരണം, ഒരു മോതിരം മകന്റെ നല്ല ഭാവിക്ക് വേണ്ടി ഒരു ഉമ്മ ഊരിക്കളഞ്ഞ് കയ്യിലെത്തിച്ചുവെങ്കിൽ ആ ഉമ്മ മകനെ എത്ര കണ്ട് സ്നേഹിക്കുന്നു എന്ന് സങ്കൽപ്പിക്കാൻ പറ്റുമല്ലോ. ഇതുപോലെ ശരിയായ ഒരു ജോലി മകനില്ല എന്നതിന്റെ പേരിൽ പ്രയാസപ്പെടുന്ന എത്ര ഉമ്മമാരാണോ ഉള്ളത്? നിങ്ങൾ അങ്ങനെയാകരുതേ. അതാ ചില ചെറുപ്പക്കാരുടെ കയ്യിന് വലിയ ബറക്കത്താണ് കേട്ടോ. ബറക്കത്തുള്ള 2 കൈയുണ്ട്, ബറക്കത്തുള്ള 2 കൈയുണ്ട്. അതാരുടെ കൈയാണ്? ഞാൻ അതാണ് ഇപ്പൊ പറയുന്നത്. തങ്ങന്മാരെ കൈയിന് വലിയ ബറക്കത്താണ്, ഔലിയാക്കളുടെ കൈകൾക്ക് വലിയ ബറക്കത്താണ്, ആലിമീങ്ങളുടെ കൈകൾക്ക് വലിയ ബറക്കത്താണ്, ഉമ്മാന്റെ കൈയിന് വലിയ ബറക്കത്താണ്. മോനെ, എന്റെ കുട്ടികളെ, നിങ്ങൾ അതിരാവിലെ സ്കൂളിൽ പോകുമ്പോ ഉമ്മാന്റെ കൈ പിടിച്ചിട്ടൊന്ന് മുത്തിയിട്ട് പോണേ മക്കളെ. കാരണം ഉമ്മാന്റെ കൈ എന്നും നിങ്ങൾ കൈപിടിച്ച് മുത്തിപ്പോയാൽ പിന്നെ നിങ്ങൾക്ക് നല്ല ഭാവി കിട്ടും കേട്ടോ. നിങ്ങൾക്ക് നല്ല ഓർമ്മശക്തി നിലനിൽക്കും കേട്ടോ. കാരണം ആ കൈ നിങ്ങളെ പോറ്റിയ കൈയാണ് മോനെ. നിങ്ങൾ ആ ഉമ്മാന്റെ മടിത്തട്ടിൽ കുഞ്ഞായിരിക്കണ സമയത്ത്, ഉമ്മ നല്ല പട്ട് സാരിയും ഉടുത്തിട്ടുള്ള സമയത്ത് പോലും അന്ന് പാമ്പേഴ്സ് ഇല്ലാത്ത കാലമാണ്. ഇനി അഥവാ പാമ്പേഴ്സ് ഉണ്ടെങ്കിലും ഉമ്മാക്ക് കുഞ്ഞിന് പാമ്പേഴ്സ് ഇട്ടു കൊടുക്കാൻ താല്പര്യമില്ല. കാരണം പാമ്പേഴ്സ് ഇടുക എന്ന് പറഞ്ഞാൽ നജസിൽ കുട്ടിയെ മുങ്ങിക്കുളിപ്പിക്കലാണ്, അത് കുട്ടിയെ വേദനിപ്പിക്കലാണ്, പ്രയാസപ്പെടുത്തലാണ്. ഉമ്മാക്കതിന് സമാധാനമില്ല. ആ സമയത്ത് എത്ര കണ്ട് നിങ്ങൾ ഉമ്മാന്റെ ആ പട്ടു സാരിയിൽ മൂത്രിച്ചാലും ഉമ്മ നിങ്ങളെ വലിച്ചെറിഞ്ഞിട്ടില്ല. എത്ര കണ്ട് മൂത്രിച്ചോ അത്ര കണ്ട് തുടച്ച് വൃത്തിയാക്കിയ കൈയാണ് കൈ. ആ കൈയിന് വലിയ ബറക്കത്തുണ്ടേ മക്കളെ. അത് ചിലപ്പോൾ കീറിപ്പോയ കൈയാണെങ്കിലും പൊട്ടിപ്പോയ കൈയാണെങ്കിലും ആ കൈയിന് വല്ലാത്ത ബറക്കത്താണ്. ആ ബറക്കത്തുള്ള കൈ ചില ചെറുപ്പക്കാരുണ്ട്, ജോലി ാൻ വേണ്ടി തങ്ങന്മാരെടുത്ത് പോകും. പോകണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അസ്മാടുകാരെടുത്ത് പോകും. പോകണ്ടെന്നല്ല ഞാൻ പറയുന്നതൊക്കെ ചെയ്യേണ്ടതാണ്. പക്ഷെ വീട്ടിൽ തന്നെ ഒരു നിധി ഉണ്ടാകുമ്പോ ആ നിധിയെ എന്തിനാ നമ്മൾ മനസ്സിലാക്കാത്തത്? അത് ഉമ്മയാകുന്ന നിധിയാണ്, അത് ബാപ്പയാകുന്ന നിധിയാണ്. അതുകൊണ്ട് മക്കളെ, എന്റെ കൊച്ചനുജന്മാരെ, കുട്ടികളെ, നിങ്ങൾ സ്കൂളിൽ പോകുമ്പോ പെൺമക്കളായാലും ആൺമക്കളായാലും എന്നും രാവിലെ നിങ്ങൾ വീട്ടിൽ നിന്ന് പോകുമ്പോ നിങ്ങളുടെ ഒരു ജ്യേഷ്ഠൻ എന്ന നിലക്ക് പറയുകയാണ്, ഒരു എൽഡർ ബ്രദർ എന്ന നിലക്ക് പറയുകയാണ്, എന്നും ഉമ്മാന്റെ കൈപിടിച്ചൊരു ഉമ്മ കൊടുത്തിട്ട് പോണേ, പാപ്പാന്റെ കൈപിടിച്ചിട്ടൊരു ഉമ്മ കൊടുത്തു പോണേ. നിങ്ങളെ ഭാവി നല്ല ഭാവിയായിരിക്കും കേട്ടോ. അവർക്ക് വേണ്ടി സമ്പാദിക്കണം. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കൂ, ബറക്കത്തുള്ള വേറെ ഒരു കൈയിനെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ഒരു ചെറുപ്പക്കാരന്റെ കൈയിന് വലിയ ബറക്കത്താണ്. ഒരു ചെറുപ്പക്കാരന്റെ കൈയിന് വലിയ ബറക്കത്താണ്. ആ കൈയിന് ബറക്കത്ത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഓ ചെറുപ്പക്കാരെ, എന്റെ സദസ്സിലുള്ള ചെറുപ്പക്കാരോട് പറയാണ്, നിങ്ങളുടെ കൈയുണ്ടല്ലോ തീരെ ബറക്കത്തില്ലാത്ത കൈയാകാൻ പാടില്ല, നല്ല ബറക്കത്തുള്ള കൈയാകണം. ആ ബറക്കത്തുള്ള കൈ കൊണ്ട് നിങ്ങൾ അധ്വാനിച്ചാൽ നിങ്ങൾക്ക് നല്ല ഫലം കിട്ടും. നിങ്ങൾ ഒരു മേഖലയിലും കുടുങ്ങിപ്പോകൂല. ഏതാണ് ആ ബറക്കത്തുള്ള കൈ എന്നറിയാമോ? ഉമ്മാക്ക് വേണ്ടി അധ്വാനിക്കുന്ന കൈയാണ്, ഭാര്യയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്ന കൈയാണ്, കുട്ടികൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന കൈയാണ്. അറിയില്ലേ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ മദീനയുടെ പുറത്തു പോവുകയാണ്. എന്തിനാണ് മദീനയുടെ പുറത്തു പോകുന്നത്? ജോലി കിട്ടിയില്ല.
മദീനയിൽ ജോലി കിട്ടാതെ ആയപ്പോ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്ന് പുറത്തുപോയി. ആരാണ് അലി റളിയല്ലാഹു അൻഹു? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുതിയാപ്പിളയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ഭർത്താവാണ്. മദീനയിൽ കുറെ തെരഞ്ഞു നോക്കി, ജോലി കിട്ടിയില്ല. അങ്ങനെയാണല്ലോ, നിങ്ങളെ നാട്ടുകാരാണെങ്കിൽ കേരളത്തിൽ കുറെ ജോലി തെരഞ്ഞു നോക്കും, കിട്ടാതെയായാൽ പിന്നെ അക്കരയിൽ കയറും. അക്കര എന്ന് പറഞ്ഞാൽ വിദേശത്ത് പോകും. അങ്ങനെ പോകാമെന്നതിന് തെളിവാണ്. അലി റളിയല്ലാഹു അൻഹു മദീനയിൽ കുറെ തെരഞ്ഞു നോക്കി, മദീനയിൽ ജോലി കിട്ടാതായപ്പോ വിദേശത്ത് പോയി, മദീന നിന്ന് പുറത്തു പോയി. എന്നാൽ ആ മദീനയുടെ പുറത്തു പോയപ്പോൾ, മദീനയുടെ പുറത്തിങ്ങനെ നടക്കുമ്പോൾ ഫൈദാ ഇംറാ, ഒരു പ്രായം ചെന്ന ഉമ്മാമാനെ കാണുകയാണ്. ആ ഉമ്മാമാനെ കണ്ടപ്പോൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങൾക്ക് ഒരു തൊഴിലാളിയെ ആവശ്യമുണ്ടോ? തൊഴിലാളിയെ ആവശ്യമുണ്ടോ? ആ ഉമ്മാമ പറഞ്ഞു, അതെ, ഞാനൊരു തൊഴിലാളിയെ അന്വേഷിക്കുകയാണ്. അതുലുബു ആമില, ഞാനൊരു തൊഴിലാളിയെ തിരയുകയാണ്. ഉമ്മ, എന്ത് തൊഴിലാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ആ ഉമ്മ പറഞ്ഞു, എനിക്ക് കുറഞ്ഞ ഈത്തപ്പഴത്തിന്റെ മരങ്ങളുണ്ട്, ഈത്തപ്പനയുണ്ട്, അതിനെ ഒന്ന് നനക്കണം. നനക്കണം എന്നല്ലേ പറയണേ? ആണോ? നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം എന്താ അറിയോ? ഞാൻ മലയാളി ഒന്നുമല്ല. അപ്പൊ എന്റെ ഭാഷയിൽ ചിലപ്പോ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആകും. എന്റെ സംസാരത്തിൽ ചിലപ്പോൾ കന്നഡ വരും, ചിലപ്പോൾ തുളു വരും, ചിലപ്പോൾ ബ്യാരി വരും, പലതും വരും. ഞാൻ കർണാടകക്കാരനായതുകൊണ്ട് അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉറപ്പുവരുത്തുന്നത്. ഭാഷയിലും വ്യത്യാസമുണ്ട്, ആംഗ്യം കാണിക്കുന്നതിലും വ്യത്യാസമുണ്ട്, ആക്ഷനിലും വ്യത്യാസമുണ്ട്. അല്ലേ? ആക്ഷനിൽ വ്യത്യാസമല്ലേ ഉണ്ട്. ചില നാട്ടിലൊക്കെ കണ്ണ് ചിമ്മിട്ടാ കിടന്നുറങ്ങാ, ചില സ്ഥലത്ത് രണ്ട് കണ്ണും തുറന്നു വെച്ചിട്ടാ കിടക്ക ഉറങ്ങാ, ചില സ്ഥലത്ത് ഒരു കണ്ണങ്ങ് ചിമ്മും പിന്നെ ഒരു കണ്ണങ്ങ് തുറന്നു വെക്കും. അതുപോലെ തന്നെ ഞാനിപ്പോ ഈ അടുത്ത് UAE പോകുന്നതിന് മുമ്പ് ഒരു ദിവസത്തിന്റെ പ്രഭാഷണത്തിനായി കുവൈത്തിൽ പോയിരുന്നു. അവിടുത്തെ ചെറുപ്പക്കാരെ ആവശ്യം കൊണ്ട് അവിടെ പോയപ്പോ അവിടെ ഒരാൾക്ക് താല്പര്യമാണ് എന്നെ ഒന്ന് അറേബ്യൻ റെസ്റ്റോറന്റിൽ പോയി അറേബ്യൻ ഭക്ഷണം വാങ്ങിത്തരണമെന്ന്. അപ്പൊ അയാളെ താല്പര്യത്തിന് വഴങ്ങിയിട്ട് ഞാനങ്ങ് പോയി. ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ്, നമുക്ക് പറ്റിയതല്ലേ കഴിക്കാൻ പറ്റുക. ഞാൻ ഇന്ന് ഉച്ചക്ക് ഒരു വീട്ടിലുള്ള സമയത്ത് ആ വീട്ടിലെ ഒരു സഹോദരി ഉസ്താദിന് ചെമ്മീൻ ബിരിയാണി വലിയ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ബിരിയാണി ഉണ്ടാക്കി. അപ്പൊ എനിക്ക് എവിടെ നിന്ന് ചെമ്മീൻ ബിരിയാണി ഇഷ്ടം ആര് പറഞ്ഞു? അല്ല, ബിരിയാണി എല്ലാവർക്കും ഇഷ്ടല്ലേ. ഞാൻ ഇയാളോട് പറഞ്ഞു, എനിക്ക് നാടൻ ഭക്ഷണമാണ് ഇഷ്ടം എന്ന് പറഞ്ഞു. കാരണം എന്താ? കാരണം അത് വയറിന് നല്ല സുഖ. ഈ മറ്റേ ഭക്ഷണം കഴിക്കുമ്പോ നല്ല സുഖമായിരിക്കും, കഴിച്ച ശേഷം പിന്നെ സുഖം ഉണ്ടാവില്ല. ഈ നാടൻ ഭക്ഷണം കഴിക്കുമ്പോ ചിലപ്പോ സുഖക്കുറവാണെങ്കിലും കഴിച്ച ശേഷം നല്ല സുഖമാണ്. അപ്പൊ നമ്മള് കേവലം പ്രസന്റ് മാത്രം മുന്നിൽ കണ്ട് ജീവിക്കേണ്ടവരല്ല, നമ്മൾ ഫ്യൂച്ചറും കണ്ട് മുന്നിൽ ജീവിക്കണം, കണ്ടുകൊണ്ട് ജീവിക്കണം. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ നമ്മളെ മഅറൂഫ് ഹാജി, അല്ലാഹു തആല ബറക്കത്ത് കൊടുക്കട്ടെ, ഖൈർ കൊടുക്കട്ടെ, അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറിയപ്പോ, സത്യത്തില് കണ്ണൂർ ജില്ല തന്നെയല്ലേ ഇത്? ആണോ? കണ്ണൂർ ജില്ലയിൽ വരുമ്പോഴേക്ക് ഞാൻ കഴിവിന്റെ പരമാവധി ഗ്യാസ്ട്രിക്കിന്റെ ഗുളികൊക്കെ കഴിച്ചിട്ടാ വരിക. കാരണം കണ്ടമാനം എവിടെയും കിട്ടാത്ത ഒരുപാട് വിഭവങ്ങൾ കിട്ടുന്ന ഒരു ജില്ലയാണ് കണ്ണൂർ ജില്ല. അത് നിങ്ങളെ ഭാഗ്യ, ഓരോ കൊണ്ട് നിങ്ങൾക്ക് കിട്ടിയതാ. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. എന്താ ആമീൻ പറയാത്തത്? അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. നിങ്ങൾ ആ ബറക്കത്തിന് വേണ്ടി ആമീൻ പറഞ്ഞാൽ അത് നിലനിന്നു പോകും. അതെ, എന്തേ കാരണം എന്ന് പറഞ്ഞാൽ വരുന്ന സമയത്ത് അങ്ങോട്ട് കയറി. ഇപ്പൊ ഇന്ന് അങ്ങോട്ട് കയറിയപ്പോ നല്ല വിശപ്പുണ്ടായിരുന്നു. ഇപ്പൊ മഅറൂഫ് ഹാജിന്റെ വീട്ടിൽ ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ടാക്കി വെച്ചതിനൊക്കെ ശരിക്കും അങ്ങ് ഞാൻ കഴിച്ചു. ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ എന്റെ ജീവിതത്തിൽ ഇപ്പൊ ഈ അടുത്ത സമയത്ത് ഇങ്ങനെ കഴിച്ചിട്ടില്ല, നല്ലോണം കഴിച്ചു. വേള കഴിഞ്ഞിട്ട് ഭക്ഷണം എന്ന് പറഞ്ഞപ്പോ നേരത്തെ നല്ലോണം കഴിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞത് അല്ലാഹു തആല എല്ലാവർക്കും ബറക്കത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. അപ്പോ അവിടെ കുവൈത്തിൽ അങ്ങ് കയറിയപ്പോ, ഈ റെസ്റ്റോറന്റിൽ കയറിയപ്പോ, ഈ അറബികൾക്ക് ഒരു സ്വഭാവം ഉണ്ട്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഗാവ കൊടുക്കുന്ന ഒരു സ്വഭാവം. ഗാവ കൊടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ട്. അപ്പൊ ഗാവ കുടിക്കാൻ വേണ്ടി തന്നു. അപ്പൊ ഇയാൾ എന്നെ കൂട്ടിക്കൊണ്ടുപോയ ആള് മഹമൂദ് മൂപ്പർ എന്ത് ചെയ്യുന്നു അറിയോ? ഈ ഗാവ കുടിച്ചതിന് ശേഷം ഗ്ലാസ് തിരിച്ചു കൊടുക്കുമ്പോ ഇങ്ങനെ ചെയ്ത് കൊടുത്തു, ഇങ്ങനെ തിരിച്ചിട്ട്. അപ്പൊ ഞാൻ ഇയാളോട് ചോദിച്ചു, എന്താ നിങ്ങൾ അങ്ങനെ കൊടുത്തത്? ഇങ്ങനെ നേരിട്ട് കൊടുത്താ പോരെ? ഇല്ല, നേരിട്ട് കൊടുത്താൽ അതിന്റെ അർത്ഥം വീണ്ടും വേണം എന്നാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ കൊടുത്താൽ, നീറ്റായി കൊടുത്താൽ വീണ്ടും ഒഴിച്ചു തരും. അതേ സമയത്ത് ഇങ്ങനെ ചെയ്തു കൊടുത്താലോ വേണ്ടാന്നാ അതിന്റെ അർത്ഥം.
അപ്പൊ എനിക്കും വേണ്ടെന്നായി. ഗാവ ജ്യൂസ് അല്ലല്ലോ, അതൊരിക്കലേ കുടിക്കാൻ പറ്റൂ. അപ്പൊ ഞാനും എന്ത് ചെയ്തു, കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ തിരിച്ചു കൊടുത്തു. അപ്പൊ ഞാൻ പറഞ്ഞത് ഓരോ സ്ഥലത്തെ ആക്ഷനാണ്. ചില സ്ഥലത്ത് ഇങ്ങനെ ചെയ്താൽ അതിനൊരാശയുണ്ട്, വേറെ ചില സ്ഥലത്ത് വേണ്ടാന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, വേണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ചില സ്ഥലത്ത് വേണ്ടാന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, വേണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. എന്തൊക്കെയുണ്ട് ഭാഷ, അതൊക്കെ അള്ളാഹു പഠിച്ചത് തന്നെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് എന്റെ നാട്ടിൽ ചണ്ടിയാക്കുക എന്നറിയും. നനക്കുക എന്ന് പറഞ്ഞാൽ ചണ്ടിയാക്കുക. അപ്പൊ നനച്ചു. ഇത് ചണ്ടി ഉണങ്ങിയ സ്ഥലത്തിനോ, ഉണങ്ങിയ സാധനത്തിന്, അതിനാ ചണ്ടിന്ന്. പടച്ച റബ്ബേ, അപ്പൊ എന്തൊരു വിരോധാഭാസം കണ്ടില്ലേ. ഇത് കാഫിയാണ്. ഇതിപ്പോ ഇവിടെ വെച്ചാൽ ഇപ്പൊ വേണ്ട. അപ്പൊ ഞാൻ പറഞ്ഞത് സുഹൃത്തുക്കളെ, ആ ഉമ്മാമ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, എനിക്ക് കുറഞ്ഞ ഈത്തപ്പനമുണ്ട്, ഈത്തപ്പഴത്തിന്റെ മരമുണ്ട്, അതിനെ ഒന്ന് നനച്ചു തരുമോ? അതാണ് തൊഴിൽ, അതാണ് ജോലി. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നനച്ചു കൊടുത്തു. 20 ഈത്തപ്പനമുണ്ടായിരുന്നു. ആ 20 ഈത്തപ്പഴത്തിന്റെ മരമങ്ങ് നനച്ചു കൊടുത്തു. ആ 20 ഈത്തപ്പഴത്തിന്റെ മരം നനച്ചു കൊടുത്തപ്പോൾ മഹാനവറുകൾക്ക് കിട്ടിയ ശമ്പളം എത്രയാണെന്നറിയാമോ? 20 കാരക്കയാണ്. 20 കാരക്കയാണ് ശമ്പളം കിട്ടിയത്. ആ 20 കാരക്ക കയ്യിലെടുത്തു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മടങ്ങി വരികയാണ്. എന്തിനാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ജോലി ചെയ്യാൻ പോയത്? വീട്ടിലിരുന്നു കൂടായിരുന്നോ? ഹബീബായ തങ്ങളുടെ മകളല്ലേ ഭാര്യ. സ്വഹാബത്ത് മുത്തുനബി തങ്ങളെ മകള് പട്ടിണിയിൽ കിടത്തുമോ? ഇല്ല എന്ന് ഉറപ്പല്ലയോ? എന്നിട്ട് പോലും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കാൻ വേണ്ടി മദീനയാകുന്ന നാട് വിട്ട് പുറത്തുപോയി, തൊഴിലെടുത്തു. 20 കാരക്ക കയ്യിൽ കിട്ടിയപ്പോൾ ആ 20 കാരക്കയുമായി മദീനയിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. ഇടയിൽ വെച്ച് കണ്ടു, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടു. ചോദിച്ചു, അലിയെ എവിടുന്നാ വരുന്നത്? ഞാൻ ജോലി ചെയ്തിട്ട് വരികയാണ്, ജോബിന് പോയി വരികയാണ്. എന്തായിരുന്നു ജോലി? ഇന്നതായിരുന്നു ജോലി. പറഞ്ഞു കൊടുത്തു. എന്ത് കിട്ടി അലിയെ? ശമ്പളം എത്ര കിട്ടി? 20 കാരക്ക കിട്ടി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കൈ കാണിക്കാൻ പറഞ്ഞു. ആ കൈയങ്ങ് നോക്കിയപ്പോ അതിൽ വര വീണിരിക്കുന്നു. എന്തേ കാരണം? ഓ ഉമ്മമാരെ, ഇന്ന് നിങ്ങൾക്ക് പ്രയാസങ്ങൾ കുറവാണ്. പ്രയാസം കുറവ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പ്രയാസമുണ്ടാകൂ. അതേ സമയത്ത് പഴയ കാലത്ത് നമ്മുടെ ചൊക്ലി പരിസരത്തുള്ള ഉമ്മമാരുടെ പ്രയാസമൊന്നും നിങ്ങൾക്കറിയില്ല. എന്തേ കാരണം? അന്ന് അവർക്ക് വെള്ളം വേണ്ടി വന്നാൽ അവർ കിണറ്റിൽ നിന്ന് വെള്ളം കോരാറുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൈകിലൊക്കെ പരിക്ക് പറ്റാറുണ്ടായിരുന്നു. ഇന്ന് വെള്ളം കോരേണ്ടതില്ല, മോട്ടറിന്റെ സംവിധാനമുണ്ട്. ആ വെള്ളം സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ ടാങ്കിയുടെ സംവിധാനമുണ്ട്. പഴയ കാലത്തെ ഉമ്മമാരുടെ കൈകളിൽ പാട് വീണുപോയി. കിണറ്റിൽ നിന്ന് വെള്ളം കോരിയപ്പോൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കയ്യങ്ങ് കാണിച്ചപ്പോ ആ 2 കൈകളിലും പാട് വീണിരിക്കുകയാണ്. ഹബീബായ തങ്ങൾ എന്താ ചെയ്തെന്നറിയാ ചെറുപ്പക്കാരാ? ആ ശറഫാക്കപ്പെട്ട കൈയെടുത്തിട്ട് അലി റളിയല്ലാഹു അൻഹുവിന്റെ 2 കൈയിലങ്ങ് തടവിക്കൊടുത്തു. എന്നിട്ട് അവിടത്തെ പ്രിയപ്പെട്ട മരുമകന്റെ മുഖമങ്ങ് തടവിക്കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അലിയെ വിഷമിക്കണ്ട, ഭാര്യക്ക് വേണ്ടി പാട് വീണ കൈയാണിത്, മക്കൾക്ക് വേണ്ടി അധ്വാനിച്ച കൈയാണിത്. ഈ കൈയുണ്ടല്ലോ, ബാറക്കല്ലാ, ഈ 2 കൈകൾക്ക് അല്ലാഹ് ബറക്കത്ത് തന്നിരിക്കുകയാണ്. ഇത് ബറക്കത്തുള്ള കൈയാണ്. എന്ത് മനസ്സിലായി ചരിത്രത്തിൽ? എന്ത് പോയിന്റ് മനസ്സിലായി ചരിത്രത്തിൽ?
അധ്വാനിക്കുന്ന കൈ നല്ല ബറക്കത്തുള്ള കൈയാണ്. ഭാര്യയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്ന കൈ ബറക്കത്തുള്ള കൈയാണ്. ആ ബറക്കത്തുള്ള കൈന്ന് മാത്രമല്ല, കാരക്ക എവിടെ അലിയേ കൊടുത്തു. കാരക്കയങ്ങ് കാണിച്ചു കൊടുത്തപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കാരക്കയങ്ങെടുത്ത് വായയിലിട്ടു. എന്നിട്ട് പറഞ്ഞു, ഇത് അധ്വാനിച്ചുണ്ടാക്കിയതാണ്, ഇത് മരുന്നാണ്. രോഗത്തിന്റെ മരുന്ന് മെഡിക്കൽ ഷോപ്പിൽ മാത്രമല്ല, രോഗത്തിന്റെ മരുന്ന് ഫാർമസിയിൽ മാത്രമല്ല, രോഗത്തിന്റെ മരുന്ന് ഹോസ്പിറ്റലിൽ മാത്രമല്ല, രോഗത്തിന്റെ മരുന്ന് ബിഷഗ്വരന്മാരുടെ അരികിൽ മാത്രമല്ല, രോഗത്തിന്റെ മരുന്ന് ഡോക്ടേഴ്സുമാരുടെ അരികിൽ മാത്രമല്ല. ഉമ്മ കേൾക്കുന്നുണ്ടോ പറയുന്ന വാക്ക്? പെങ്ങളെ ഉൾക്കൊള്ളുന്നുണ്ടോ പറയുന്ന വാക്ക്? ബാപ്പമാരെ മനസ്സിലാക്കുന്നുണ്ടോ പറയുന്ന വാക്ക്? ചെറുപ്പക്കാരെ ചിന്തിക്കുന്നുണ്ടോ പറയുന്ന വാക്ക്? നിങ്ങൾ അധ്വാനിച്ച് സമ്പാദിച്ച ഹലാലായ സമ്പാദ്യം അതിൽ നിങ്ങൾ വീട്ടിൽ ഒന്നിച്ചിരുന്ന് കഴിച്ചാൽ അത് മരുന്നാണ് കേട്ടോ. ചിലപ്പോൾ നിങ്ങളുടെ ക്യാൻസർ മാറാൻ അത് മതി, ചിലപ്പോൾ കിഡ്നി ഫെയിലൂറായത് മാറിക്കിട്ടാൻ അത് മതി, ചിലപ്പോൾ നിങ്ങളുടെ ഷുഗർ കൺട്രോൾ ആകാൻ അത് മതി, ചിലപ്പോൾ നിങ്ങളുടെ പ്രഷർ നിയന്ത്രണ സ്റ്റേജിൽ വരാൻ അത് മതി. അതും ഒരു മരുന്നാണ്. ഹബീബായ തങ്ങൾ ഈ അധ്വാനിച്ചുണ്ടാക്കിയ കാരക്കയങ്ങെടുത്തു വായയിലിട്ടിട്ട് പറഞ്ഞ വാക്യം എന്താണെന്നറിയാമോ? അതദാവാ ബിഹാദിഹി തംറാ. ഈ കാരക്ക കൊണ്ട് ഞാൻ ചികിത്സ സ്വീകരിക്കുകയാണ്. കണ്ടില്ലേ സുഹൃത്തുക്കളെ? അപ്പൊ അധ്വാനിക്കുന്നത് വലിയ വിഷയമാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് എന്താണ്? അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹബീബിനെ അനുസരിക്കുന്നതിന്റെ ഭാഗമാണ്. ഹബീബിനെ അനുസരിക്കുന്നതിന്റെ ഭാഗമാണ് ഞാൻ ഈ പറഞ്ഞത്. ഈ രൂപത്തിൽ അല്ലാഹുവിനെ അനുസരിച്ചാൽ, ഹബീബിനെ അനുസരിച്ചാൽ, ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അവർ അമ്പിയാക്കളെ കൂടെയാണ്. സുഹൃത്തുക്കളെ, ഹബീബിനെ കാണാതെ മുൻഗാമികൾക്ക് ഉറക്ക് വന്നില്ല. അവർ തീരെ ഉറങ്ങിയിട്ടില്ല. അവരുടെ ഉണർവിലും ഉറക്കിലും എല്ലാ സമയത്തും അവർ ചിന്തിച്ചത് ഹബീബിനെയാണ്. ഹസൻ ഷദ്ദാദ് തങ്ങളെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേരളത്തിലെ ആലിമീങ്ങളുമായി വലിയ ബന്ധം സ്ഥാപിച്ച മഹാനാണ് ഹസൻ ഷദ്ദാദ് തങ്ങൾ. ഞാൻ ഈ അടുത്ത് ദുബൈയിൽ ഒരു മൗലൂദിന്റെ സദസ്സിൽ ഇരുന്നപ്പോൾ നമ്മുടെ കർണാടകയിൽപ്പെട്ട ഒരു താലൂക്കുകാര് സംഘടിപ്പിച്ചൊരു പരിപാടിയാണ്. അതൊരു ഇൻഡോർ പ്രോഗ്രാമാണ്, ഔട്ട്ഡോർ പ്രോഗ്രാം അല്ല. ആ വേദിയിൽ ഇരിക്കുന്ന സമയത്ത് അവിടെ ഒരു മൗലൂദിന്റെ കിതാബ് ഞാൻ കണ്ടു. ആ മൗലൂദ് കിതാബിന്റെ ചട്ടയിൽ 2 വരി അങ്ങ് എഴുതി വെച്ചത് കാണാം. അത് ഹസൻ ഷദ്ദാദ് തങ്ങളുടെ 2 വരികളാണ്. ഹസൻ ഷദ്ദാദ് തങ്ങളുടെ വരി എന്താണെന്നറിയാമോ? യാ ആശിഖൻ നബി കൈഫ തനാമു വന്നൗമു മഅ ബുഅദിൽ ഹബീബി ഹറാമു. യാ ആശിഖൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഓ നബിയെ, ഇഷ്ഖ് വെച്ച് ജീവിക്കുന്നവരെ, ആശിഖീങ്ങളെ, കൈഫ തനാമു, എങ്ങനെ നിങ്ങൾക്ക് ഉറക്കം വരും? നിങ്ങൾ എങ്ങനെ ഉറങ്ങും? വന്നൗമു മഅ ബുഅദിൽ ഹബീബി ഹറാമു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അകലെയായിരിക്കെ ഉറങ്ങുന്നത് നിഷിദ്ധമാണെന്ന് അറിയില്ലേ? മുത്തുനബി തങ്ങൾ അരികിലേക്ക് വന്നാൽ പിന്നെ ഉറങ്ങുന്നതിനൊരർത്ഥമുണ്ട്. ഹബീബ് അടുത്തേക്ക് വരുന്നത് വരെ ഉറങ്ങൽ എങ്ങനെ? ആശിഖീങ്ങൾക്ക് ഉറക്കം വരുന്നത് എങ്ങനെ? ഹബീബിനെ ഓർത്ത് ഉറങ്ങാത്ത കണ്ണുകളുണ്ട്. അറിയാമോ ഉമ്മ? എങ്ങനെയെങ്കിലും ഉറങ്ങിയാൽ പറ്റൂല. ഉറങ്ങേണ്ടത് എങ്ങനെയാണ് എന്നും പഠിപ്പിച്ചു തന്നിട്ടുണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാം പഠിപ്പിച്ച നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. എല്ലാം പഠിപ്പിച്ചു. ഒരു യാത്രയിൽ നിന്ന് മടങ്ങി വരുമ്പോ
ഒരു യാത്ര കഴിഞ്ഞ് വരുമ്പോ നേരെ വീട്ടിലേക്കാണ് പോകുന്നതെങ്കിൽ എന്നെ പോലെ അല്ല എങ്കിലും അർത്ഥം. കാരണം ഞാൻ നേരെ വീട്ടിലേക്കല്ലല്ലോ പോണത്, ഞാൻ യാത്ര കഴിഞ്ഞിട്ട് ഇനി പോണത് 5-ാം തീയതിയാണ് നാട്ടിലെത്തുക. അപ്പൊ നേരെ വീട്ടിലേക്കാണ് പോകുന്നതെങ്കിൽ ഭാര്യയെ അറിയിച്ചിരിക്കണം, ഞാൻ കൃത്യം ഇത്ര സമയമാകുമ്പോഴേക്ക് ഞാൻ എന്റെ വീട്ടിലെത്താം. എന്റെ കാരണം അറിയോ ഉമ്മമാരെ? കാരണം കൂടി ഞാൻ പറഞ്ഞുതരാം. ഭാര്യയെ അറിയിച്ചു പോണം, അതാണ് ഇസ്ലാമിന്റെ നിയമം. ചില ഭർത്താക്കന്മാർക്ക് ഒരു സ്വഭാവമുണ്ട്, ഭയങ്കര സർപ്രൈസ് കാരണ ഇവൻ. എന്താ സർപ്രൈസ് എന്നറിയോ? ഇവൻ വിദേശത്തുനിന്ന് വരിക നാട്ടിലേക്ക്, വിദേശത്തുനിന്ന് നാട്ടിലേക്ക് വരുമ്പോ വീട്ടിൽ ഒരാളെയും അറിയിച്ചിരിക്കില്ല. ഇങ്ങനെ പുറത്ത് വന്നിട്ട് ഇങ്ങനെ ബെല്ലടിക്കുമ്പോഴേക്ക് ഭാര്യ തുറന്നു നോക്കും. വാട്ട് എ സർപ്രൈസ്, എന്തൊരു അത്ഭുത! അറിയിക്കാതെ വന്നതാണോ? അത് മാന്യന്മാരെ സ്വഭാവമല്ല. എന്നിട്ട് ആ സർപ്രൈസും എടുത്തിട്ട് ഫേസ്ബുക്കിൽ അങ്ങ് ഇടുക, അപ്ലോഡ് ചെയ്യുക, എന്നിട്ട് കമന്റ് എഴുതുക, ലൈക്ക് കൊടുക്കുക, അൺലൈക്ക് കൊടുക്കുക, ഡിസ്ലൈക്ക് കൊടുക്കുക. അതൊന്നും അല്ല ഇസ്ലാമിന്റെ നിയമം. ഇസ്ലാം പറയണത് വരുമ്പോ വീട്ടിൽ അറിയിക്കണം, ഞാൻ ഇത്ര സമയമാകുമ്പോഴേക്ക് എത്തും. ഇസ്ലാമിന്റെ നിയമമാണ്. അപ്പൊ ഉമ്മമാരെന്ത് ചെയ്യണോ? എന്റെ ഭർത്താവ് ഇത്ര സമയമാകുമ്പോഴേക്ക് ഭർത്താവ് വീട്ടിലെത്തും എന്ന് മനസ്സിലാക്കിയിട്ട് നല്ല ഭക്ഷണം ഉണ്ടാക്കി വെക്കണം. അത് ഉമ്മമാർക്ക് സുന്നത്താ. ഭർത്താവ് ഒരു നീണ്ട യാത്ര, ഞാൻ നീണ്ട യാത്ര കഴിഞ്ഞ് 5-ാം തീയതി എത്തിയാൽ, എന്റെ വീട്ടിലെത്തിയാൽ, എന്റെ വൈഫ് എത്ര നല്ല ഭക്ഷണം ഉണ്ടാക്കി വെക്കും അറിയോ? കാരണം 10-15 ദിവസമായി ആ വൈഫിന്റെ ഭക്ഷണം കഴിക്കാതെ ഞാൻ. അപ്പൊ ഞാൻ പറഞ്ഞത്, എവിടെ പോയി കഴിച്ചാലും സ്വന്തം ഭാര്യ തരുന്ന ഭക്ഷണത്തിന്റെ സ്വാദ് എവിടെയും കിട്ടൂല, ഉറപ്പാ. അപ്പൊ നിങ്ങൾ വന്നിട്ട് എന്റെ വീട്ടിൽ നിന്ന് കഴിച്ചാലും അങ്ങനെ തന്നെയാണ്, നിങ്ങളെ ഭാര്യ അതങ്ങനെ തന്നെ. കാരണം എന്താ? അതങ്ങനെ ചിലപ്പോ ടേസ്റ്റ് ഇല്ലെങ്കിലും നമ്മൾ അങ്ങനെ തന്നെ പറയണം. കാരണം കണ്ണൂരിലേക്ക് വന്നാല് നിങ്ങൾ ഒരു ദിവസം എനിക്ക് ഭക്ഷണം തരും എന്ന്, വയലിലുള്ള ദിവസം ഭക്ഷണം തരൂലേ? മയറൂഫാജിക്കാന്റെ വീട്ടിൽ ഞാൻ പോയപ്പോ നല്ല ഭക്ഷണം ഉണ്ടാക്കി, പിന്നെ വിഭവങ്ങൾ ഉണ്ടാക്കി. ഞാനിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോ എന്റെ അടുത്തുണ്ട് മറ്റേ സുലൈമാക്ക് എവിടെ പോയി, മൂപ്പർ പറഞ്ഞു, ഉസ്താദ് കഴിച്ചോട്ടെ, ഞാൻ നാളെയും വന്ന് കഴിച്ചോളാം. അപ്പൊ ഞാൻ മയറൂഫാജിനോട് ചോദിച്ചു, നാളെ ഉണ്ടാവുമോ, ഉണ്ടാക്കി കൊടുക്കുവോ? ഇല്ലല്ല, അത് ഉസ്താദ് വന്നത് കൊണ്ട് ഉണ്ടാക്കിയതാണെന്നാ. അപ്പൊ ഒരു ദിവസം തരും. ഇനി വേറെ ദിവസത്തെ വേറെ സ്ഥലത്താണെങ്കിൽ ആ നാട്ടുകാർ തരും. ലൈഫ് ലോങ് മൊത്തം ഭക്ഷണം തരുവോ ഉമ്മമാരെ? അത് തരുന്നത് കെട്ടിയോളാ, ഭാര്യയാണ്. അതുകൊണ്ട് അത് ചിലപ്പോൾ അക്ഷരാർത്ഥത്തിൽ ടേസ്റ്റ് കുറഞ്ഞ ഫുഡാണെങ്കിലും ഒരു ആലങ്കാരികമായ ടേസ്റ്റ്ഫുൾ ഫുഡ് അതാണ്. അത് എനിക്ക് മാത്രമല്ല, നിങ്ങൾക്കും അങ്ങനെ തോന്നണം. ഇതിന്റെ അർത്ഥം എന്റെ ഭാര്യന്റെ ഭക്ഷണത്തിന് തീരെ ടേസ്റ്റ് ഇല്ല എന്നല്ലോ. ഓളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും, എന്നിട്ട് നാളെ എന്റെ ചങ്ക് പിടിച്ച് ചോദിക്കും, നിങ്ങൾ അവിടെ പോയിട്ട് എന്നെ മാനക്കേടാക്കിയല്ലോ എന്ന് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു വന്നത്, ആ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. അതിനൊരു പ്രത്യേക പേരുണ്ട് ഇസ്ലാമിൽ. ഇരിക്കട്ടെ, ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല. അത് ഇസ്ലാം പറഞ്ഞ നിയമമാണ്. പോരാ, ഇനി ഭക്ഷണം കഴിക്കുമ്പോഴും ശ്രദ്ധിക്കണം. ചില ആളുകൾക്കൊരു സ്വഭാവമുണ്ട്, ചൂടുള്ള ഭക്ഷണം കഴിക്കൂ. ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാരോട് നിങ്ങൾക്ക് നല്ല സ്നേഹമുണ്ടെങ്കിൽ ചൂട് ഭക്ഷണം കൊടുക്കാൻ പാടില്ല. ചില ഭാര്യമാരുണ്ട്, അപ്പം ചുട്ടിട്ട് ഭാര്യ അടുക്കളയിൽ തന്നെ ആയിരിക്കും, ഭർത്താവോ ഡൈനിങ് ഹാളിലിരിക്കും. ആ ഭർത്താവിന്റെ പ്ലേറ്റിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ചൂടപ്പം ഇട്ടുകൊടുക്കും. ആ ചൂടുള്ള അപ്പമുണ്ടല്ലോ, അതിൽ നിന്ന് ഇങ്ങനെ ചൂടിന്റെ ആവി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ളൊരു ഭക്ഷണം നിങ്ങളെ ഭർത്താക്കന്മാർക്ക് കൊടുക്കണ്ട. അത് ബറക്കത്ത് കുറഞ്ഞ ഭക്ഷണമാണ്. അത് പഠിപ്പിച്ച നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ അർത്ഥം എന്താ? ചൂടെല്ലാം പോയിട്ട് തണുത്ത ഭക്ഷണം കൊടുക്കണമെന്നാ? അങ്ങനല്ല. ആ ആവി പോകുന്ന സ്റ്റേജ് ഉണ്ടല്ലോ, അതിൽ നിന്ന് മാറി കിട്ടണമെന്ന് മാത്രമാണ്. എന്നാ പിന്നെ ആ രൂപത്തിൽ കൊടുത്താൽ മതി. എന്താ കാരണം? ആവിയെല്ലാം പോയിട്ടുള്ള ഭക്ഷണം ഉണ്ടല്ലോ, മനസ്സിലായോ? ആ ചൂട് പോയിട്ടുള്ള ഭക്ഷണം എപ്പോഴും അതാ കഴിക്കുമ്പോ പിന്നെ മനസ്സിലാവാതിരിക്കോ? അപ്പൊ അത് പോയിട്ടുള്ള ഭക്ഷണം, ആ ഭക്ഷണത്തിനാണ് വലിയ ബറക്കത്ത്. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതിൽ ചൂട് വരുന്നുണ്ടല്ലോ, അതിന്റെ മുകളിൽ കൂടെ ആവി വരുന്നുണ്ട്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ ബറക്കത്തുള്ള ഭക്ഷണം അതാണ്. അതുവരെ ഇസ്ലാം പഠിപ്പിച്ചു. ഇനി ഞാൻ ഒന്നും കൂടി പറഞ്ഞോട്ടെ. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ചെരുപ്പ് ഊരി വെക്കണം, ഇസ്ലാം പറഞ്ഞു. ചെരുപ്പ് ഊരി വെക്കണം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ഹബീബായ തങ്ങളെ മനസ്സിലാക്കണം, തങ്ങളുടെ സന്ദേശം എന്താണെന്ന് പഠിക്കണം. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് 2 ചെരുപ്പങ്ങ് ഊരി വെക്കണം, അത് സുന്നത്താണ്. മൊയിലാരെ,
വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അങ്ങനെ തന്നെയല്ലേ? ചെരുപ്പിട്ടിട്ട് ഭക്ഷണം കഴിക്കാം? ഇല്ല. എന്നാലും ഉണ്ടാവും ചെരുപ്പിട്ട് ഭക്ഷണം കഴിക്കാം. ഏത് ചെരുപ്പ്? വീട്ടിന്റെ പുറത്ത് ഉപയോഗിക്കുന്ന ഒരു ചെരുപ്പ് വേറെ, അകത്ത് ഉപയോഗിക്കുന്ന ഒരു ചെരുപ്പ് വേറെ, അങ്ങനല്ലേ? പുറത്തുള്ള ചെരുപ്പ് തന്നെയാണോ അകത്തേക്കിടാ? ഇല്ല. അത് ചിലപ്പോ പഴയ തറവാട് വീടാണെങ്കിലും ശരി, ചിലർക്ക് ഒരു സ്വഭാവമുണ്ട്, പഴയ തറവാട് വീടാണ്, ഇന്നത്തെ പോലെ ടൈൽസോ മാർബിൾസോ ഒന്നുമല്ല, അത് മറ്റേതായിരിക്കും. എന്നാൽ ആ പഴയ തറവാട് വീട് എന്ന് പറഞ്ഞിട്ട് പുറത്തുള്ള ചെരുപ്പ് അകത്തേക്ക് ഇടാൻ പാടില്ല. പുറത്തുള്ള ചെരുപ്പ് പുറത്ത് തന്നെ, അകത്തുള്ള ചെരുപ്പ് അകത്തേക്കാണ്. എന്നാൽ അകത്തേക്കൊരു വേറെ തന്നെ ഒരു ചെരുപ്പ് വെക്കാറുണ്ട്. അകത്തിങ്ങനെ നടക്കാൻ ചിലപ്പോ കാല് ചിലപ്പോ അടിയിലെ തണുപ്പ് കൊള്ളാൻ കഴിയാത്തത് കൊണ്ട് ചെരുപ്പ് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ അങ്ങനെ ചെരുപ്പ് അകത്തിടുന്നവരാണെങ്കിൽ നിങ്ങളതാ ഡൈനിങ് ഹാളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ 2 ചെരുപ്പൊന്ന് ഊരി വെക്കണേ. അത് ഭക്ഷണം കഴിക്കുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സുന്നത്താണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ഇനി ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാറില്ലേ? ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിക്കുമ്പോഴും ചെരുപ്പ് നിങ്ങൾ അല്പമൊന്ന് അങ്ങോട്ട് ഊരി വെക്കണേ. ഹോട്ടലിന്റെ പുറത്താരും ചെരുപ്പ് ഊരി വെക്കാറില്ലല്ലോ. ഹോട്ടലിന്റെ പുറത്ത് ചെരുപ്പ് ഊരി വെക്കാറില്ല, അകത്തേക്ക് ഇട്ടുകൊണ്ടുപോകലാണ്. മേശയുടെ അടുത്തിരിക്കുന്ന സമയത്ത് മെല്ലയങ്ങ് ചെരുപ്പ് അവിടെ തന്നെ ഒന്ന് ഊരി വെച്ച് കഴിക്കണം. അത് ഭക്ഷണത്തോടുള്ള മര്യാദയാണ്. അത് പാലിക്കണമെന്ന് പഠിപ്പിച്ച നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇങ്ങനെ എത്ര കാര്യങ്ങളുണ്ട്. കൂട്ടത്തിൽ പറഞ്ഞു ഉറങ്ങുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഉറങ്ങുമ്പോ ശ്രദ്ധിക്കണം. എങ്ങനെയെങ്കിലും ഉറങ്ങിയാ പറ്റൂല, ഉളു എടുത്തിട്ട് കിടന്നുറങ്ങണം. അങ്ങനെ മാത്രം ഉറങ്ങിയാ പോരാ. സുബ്ഹാനല്ലാഹ്, ചില മനുഷ്യന്മാരെ ഉറക്ക് നോക്കുമ്പോ എയർപോർട്ടിന്റെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന റൺവേ പോലെയാണ്. ഫ്ലൈറ്റ് ലാൻഡ് ആകുമ്പോഴുള്ള റൺവേ ചെറിയ റൺവേ പറ്റുമോ? ഇപ്പൊ കണ്ണൂരിൽ ഫ്ലൈറ്റ് ഇറങ്ങാൻ പോവല്ലേ? എത്രാം തീയതി മുതലാ? ഡിസംബർ. അപ്പൊ നിങ്ങൾക്കിടയിൽ സംശയം വന്നോ? അങ്ങനെ ആകരുത്. ഫ്ലൈറ്റ് ഇറങ്ങുന്ന കാര്യാ ഡിസംബർ. കണ്ട എത്ര കാലങ്ങളുടെ ആഗ്രഹമാണ് പൂവണിയാൻ പോണത്. അപ്പൊ പിന്നെ ഡിസംബർ 9 ചരിത്രത്തിൽ കണ്ണൂരുകാർ മറക്കൂല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ചില ആളുകളുടെ വർക്ക് കാണുമ്പോണ്ട് സുബ്ഹാന ജല്ല ജലാലുഹു, എയർപോർട്ടിൽ ഫ്ലൈറ്റ് ലാൻഡ് ആകണ റൺവേ പോലെയാ. അങ്ങനെ ആകരുത്. ഉറങ്ങുമ്പോ ശ്രദ്ധിക്കണേ ഉമ്മമാരെ, ഉറങ്ങുമ്പോ ശ്രദ്ധിക്കണേ പുരുഷന്മാരെ. എങ്ങനെങ്കിലും ഉറങ്ങാൻ പറ്റൂല. യാ അലി, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സദസ്സല്ലേ? തങ്ങളെ സദസ്സിൽ തങ്ങൾ നമ്മെ ഉപദേശിച്ചത് പറയുന്നതിന് വലിയ ബഹുമാനമല്ലേ? ആ ഹബീബായ തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു, അലിയേ 4 തരം ഉറക്കുണ്ട് അലിയേ, 4 തരം ഉറക്കുണ്ട്. അതിൽ ഒന്നാമത്തെ ഉറക്ക് പെരടിയുടെ മേലുള്ള ഉറക്കാണ്. പെരടിന്റെ മേൽ ഉറങ്ങ, അതിനെന്താ പറയാ? എന്താ പറയാന്? ഇങ്ങനെ ഉറങ്ങുന്നതിന് എന്താ പറയാ? ഉറങ്ങി കാണിക്കല്ല പറഞ്ഞാ മതി. ഇങ്ങനെ ഉറങ്ങുന്നതിന് എന്താ പറയാ? മലർന്നു കിടക്കൽ. ഒന്ന് മലർന്നു കിടക്കലാണ്, മലർന്നു കിടക്കലാണ്. അതിന് എന്റെ ഭാഷയിൽ മലങ്കന കിടക്കുക എന്ന് പറയും. മലങ്കന കിടക്കുക, മലർന്നു കിടക്കുക. ആ മലർന്നു കിടക്കൽ ഒന്ന്, അത് നൗമത്തുൽ അംബിയാ, അംബിയാക്കളുടെ ഉറക്കാണ് കേട്ടോ. ഖിബ്ലയിലേക്ക് കാല് തിരിച്ചിട്ടുള്ള ഉറക്ക്, അപ്പോഴല്ലേ മലങ്കന ഉറങ്ങല്. അത് അംബിയാക്കളുടെ ഉറക്കാണ്. രണ്ടാമത്തൊരു ഉറക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് വലതുഭാഗത്തേക്ക് ചെരിഞ്ഞിട്ടുള്ള ഉറക്കാണ്. മുഖം ഖിബ്ലയിലേക്ക് തിരിച്ചിട്ട് വലതുഭാഗത്തേക്ക് ചെരിഞ്ഞിട്ടുള്ള ഉറക്ക്. വനൗമത്തു സ്വാലിഹീൻ, മുസ്ലിമീങ്ങളിൽ തന്നെ നല്ലവരുടെ ഉറക്കതാണ്, സ്വാലിഹീങ്ങളുടെ ഉറക്കതാണ്. അപ്പൊ ഈ 2 ഉറക്കാണ് നമുക്ക് വേണ്ടത്. ഒന്നിരിക്കലോ കാല് ഖിബ്ലയിലേക്ക് തിരിച്ചിട്ടുള്ള ഉറക്ക്. അപ്പൊ നിങ്ങൾ ഇന്ന് പോയാൽ, നിങ്ങളെ വീട്ടിലെത്തിയാൽ, നിങ്ങളെ മുറിയിൽ പോയി ശ്രദ്ധിക്കണം, നിങ്ങളുടെ കട്ടില് എങ്ങനെയാ വെച്ചത്. അത് ഈ പറയപ്പെട്ട 2 രൂപത്തിലുള്ള ഉറങ്ങാനുള്ള സൗകര്യമില്ലാത്ത രൂപത്തിലാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അതിനെ മാറ്റണേ. ഒന്നിരിക്കലോ കാല് കിബിലയിലേക്ക് നീട്ടിയിട്ടുള്ള ഉറക്ക്, അതാണ് നല്ല ഉറക്ക്. ഉസ്താദേ, കാല് കിബിലയിലേക്കോ? കിബിലയെ ബഹുമാനിക്കണ്ടേ? ഉറങ്ങുമ്പോ കിബിലയെ ബഹുമാനിക്കൽ എങ്ങനെയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ഓരോന്നിനും ഓരോ ബഹുമാനാണ്. ഓരോന്നിനും ഓരോ ബഹുമാനല്ലേ? നമ്മളെ നാട്ടിലൊക്കെ ഉണ്ട്, കല്യാണത്തിന് കുറെ കസേര ഉണ്ടെങ്കിൽ തന്നെ 2 സ്പെഷ്യൽ കസേര ഉണ്ടാവും. ആ 2 സ്പെഷ്യൽ കസേര ആർക്കുള്ളതാ? പുതിയാപ്പിളാക്കും. അതാ കണ്ടില്ലേ, പഴയ കാലൊക്കെ ഓർമ്മ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ.
ആർക്കാ പഴയ കാലം ഓർമ്മയാകാത്തത്? എല്ലാവർക്കും ഓർമ്മയാകും. ഈ പരിസരത്തുള്ള ഉമ്മമാരുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മളെ നാട്ടിൽ എല്ലായിടത്തും അല്ല കേട്ടോ, ചില സ്ഥലത്ത് ചില ഉമ്മമാരുണ്ട്. എന്താ അറിയോ, ഈ പുതിയാപ്പിള പുതിയ പെണ്ണിന് പാല് കുടിപ്പിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട്. ഉണ്ടോ അല്ലേ? അത് എടുത്തു മാറ്റിയിട്ടൊന്നുമില്ല. നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമല്ല, ഇപ്പോഴത്തെ ജനറേഷൻകാരാ പറഞ്ഞ അവർ എടുത്തു മാറ്റിക്കണോ ആർക്കറിയാം. ഉണ്ട്, പാല് കുടിപ്പിക്കണു. എന്നാൽ ആ പാല് കുടിപ്പിക്കുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ് ചില പ്രായം ചെന്ന ഉമ്മാമ്മമാര് വരെ അവിടെ വന്നിട്ട് ഇങ്ങനെ തൊള്ള തുറന്നു വെക്കും. അത് പഴയ കാലത്തെ ഓർമ്മ പുതുക്കുക, അന്ന് കുടിപ്പിച്ച ഓർമ്മ പുതുക്കുക. ഞാൻ പറയട്ടെ, അങ്ങനെ ഒരു രംഗം അവിടെ നടക്കുമ്പോ ഒരു അന്യ സ്ത്രീയും അവിടെ കയറാൻ പാടില്ല. അള്ളാഹുവിനെ പേടിക്കുന്ന ഒരൊറ്റ അന്യ പെണ്ണ് അവിടെ കയറിക്കൂടാ. കാരണം ഈ പുതിയാപ്പിള അന്യ പുരുഷനാണ്. ഒരൊറ്റ അന്യ പുരുഷന്മാരും കയറിക്കൂടാ. ചില ചെറുപ്പക്കാരുണ്ട് അവിടെ ഇങ്ങനെ എത്തിയിട്ട് ഇങ്ങനെ തൊള്ള തുറന്നു വെക്കുക. എന്തിനാ? നിനക്ക് അങ്ങനെ ബോധ്യം ഉണ്ടെങ്കിൽ വേറെ ഒന്ന് കെട്ടിക്കൂടെ? കാരണം അന്യ പെണ്ണാണ് ഭാര്യ. ആ അന്യ പെണ്ണിനെ നിങ്ങൾ കണ്ടുകൂടാ. ആ രംഗം നിങ്ങൾ കാണാൻ പാടില്ല. അത് നിങ്ങൾക്ക് പെർമിഷേബിളല്ല, അത് നിങ്ങൾക്ക് പ്രോഹിബിറ്റഡ് ആണ്. കാണാൻ പാടില്ല. ഇസ്ലാമിന്റെ നിയമമാണ് അതൊക്കെ. അതൊക്കെ ശ്രദ്ധിക്കണം, എന്നാലേ ജീവിതത്തിൽ ബർക്കത്തുണ്ടാവും. ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ അവിടെ പുതിയാപ്പിളയും പുതിയ പെണ്ണും ഇരിക്കുന്ന ആ കസേരയിൽ ഉമ്മാനെ ഉപ്പാനെ ഇരുത്താൻ പറ്റുമോ? ആ ബഹുമാനിക്കേണ്ടത് ഉമ്മാനെ ഉപ്പാനല്ലേ? ശരിയാണ്. പക്ഷെ അന്ന് ബഹുമാനം ഇവർക്ക്, പുതിയാപ്പിളക്ക് പുതിയ പെണ്ണിനാ ബഹുമാനം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ ഒന്നാമത്തെ ഉറക്ക് കാല് കിബിലയിലേക്ക് നീട്ടിയിട്ടാണ്. അത് കിബിലയെ ബഹുമാനിക്കുന്നത് അങ്ങനെയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. രണ്ടാമത്തത്, അതാ അങ്ങനെ കഴിയില്ല എന്ന് കണ്ടാൽ പിന്നെ നിങ്ങളുടെ മുഖം വലത് ഭാഗത്തേക്ക് ചരിച്ചു കിടക്കുമ്പോൾ മുഖം കിബിലയിലേക്ക് തിരിയുന്ന രൂപത്തിലാകണോ. ആ ഉറക്ക് സ്വാലിഹീങ്ങളുടെ ഉറക്കാണ്. ഇനി വേറെ 2 തരം ഉറക്കുണ്ട്. അപ്പൊ നമ്മളുടെ വീട്ടിലെ റൂമുകളിലുള്ള കട്ടിലുകൾ ഉണ്ടല്ലോ, ഈ 2 രൂപത്തിൽ ഉറങ്ങാൻ പ്രാപ്തമായ രൂപത്തിലാകണോ. ഇനി വേറെ 2 തരം ഉറക്കുണ്ട്. അത് മുഖം ഇടതുഭാഗത്തേക്ക് തിരിച്ചിട്ടുള്ള ഉറക്കാണ്. ആ ഉറക്കുണ്ടല്ലോ നൗമത്തുൽ കുഫാർ, അവിശ്വാസികളുടെ ഉറക്കാൻ. ഞാൻ ഇതൊരു സ്ഥലത്ത് വഅദ് പറഞ്ഞു. വഅദ് പറഞ്ഞപ്പോഴേക്ക് ഞാൻ വഅദ് പറഞ്ഞ ലൈവ് എപ്പോഴും കേൾക്കാറുണ്ട് തിരിഞ്ഞു മടങ്ങി പോകുമ്പോ. അപ്പൊ ഈ വഅദ് കണ്ടുകൊണ്ടിരുന്നൊരു സഹോദരി അവിടെ ഒരു ചെറിയ സംശയം എഴുതി വെച്ചത് ഞാൻ കണ്ടു. ഉസ്താദേ, കിടക്കുന്നത് വലതു ഭാഗത്തേക്ക് തിരിഞ്ഞിട്ട് തന്നെയാണ്, അതേ സമയത്ത് പിന്നെ നോക്കുമ്പോ മുഖം ഇടതു ഭാഗത്തേക്കായിരിക്കും, അതിന് വല്ല കുഴപ്പമുണ്ടോ? അതിന് കുഴപ്പം പറയാൻ പറ്റൂല, കാരണം നിയന്ത്രണമല്ലാത്ത സമയത്താണത്. ഉറങ്ങുമ്പോ ശ്രദ്ധിക്കേണ്ടതാണെന്ന് പറഞ്ഞത്. വേറെ ആൾ പറഞ്ഞു, ഉസ്താദേ കിടന്നുറങ്ങുന്ന സമയത്ത് ഉളു എടുത്തിട്ട് ഉറങ്ങണ്ടേ? അതെ, ഉളു എടുത്ത് ഉറങ്ങണം. എന്തിനാ ഉസ്താദേ? ഉറങ്ങിയാ പിന്നെ ഉളു പോയില്ലേ, പിന്നെ എന്തിനാ ഉളു എടുക്കണം എന്നാ സംശയം. ഓരോരുത്തർക്ക് സംശയമാണ്, ഓരോ നിലക്ക് സംശയമാണ്. ഭാര്യ ഭർത്താക്കന്മാർ കൂടെ കിടക്കുമ്പോ ഉളു എടുക്കണോ ഉസ്താദേ? ഉളു എടുക്കണം. എന്നാ പിന്നെ കൂടെ കിടക്കുമ്പോ തട്ടിപ്പോകൂലേ? എന്നാ ഉളു പോയില്ലേ ഉസ്താദ്, പിന്നെ എന്തിനാ വെറുതെ വെള്ളം വേസ്റ്റ് ചെയ്യണത്? അങ്ങനെ ചില സംശയം. അങ്ങനല്ല, കിടന്നുറങ്ങാൻ പോകുമ്പോ ഉളു വേണം. പിന്നെ എന്തു ആകട്ടെ, അത് വേറെ വിഷയമാണ്. ഉറങ്ങുന്നത് മട്ടം പോലെയുള്ള ഉറക്കാകണം, സിനിമ കണ്ടിട്ടുള്ള ഉറക്കല്ല, ഉളു എടുത്തിട്ടുള്ള ഉറക്കാ വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ആവൈതും ഇലാ ഫിറാശിക്കും, നിങ്ങൾ വിരിപ്പിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഉളു എടുത്തവരായിരിക്കണം എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സംശയം, ഈ സഹോദരി ഒരു സംശയം എഴുതി. സുഹൃത്തുക്കളെ, ഞാൻ പറയട്ടെ, പിന്നെ എങ്ങനെയായി എന്നതല്ല വിഷയം, ഉറങ്ങുമ്പോ ആ രൂപത്തിൽ ഉറങ്ങണം എന്നതാണ് വിഷയം. ഇനി ആ 3 തരം ഉറക്ക് പോട്ടെ, 4ാമത്തെ ഒരു ഉറക്കുണ്ട്. അതാണ് ഭയങ്കര സുഖം കിട്ടുന്ന ഉറക്ക്. അതെന്താണ്? മലർന്ന് കിടന്നിട്ടുള്ളതല്ല. പിന്നെന്താ പറയാ, ആംബ്ലേറ്റിനെ അങ്ങനെ തിരിച്ചിടൂലേ, ആ ഉറക്ക് കങ്കന എന്ന് പറയും എന്റെ ഭാഷയിൽ. കങ്കന കിടക്കൽ, കങ്കന. ഇങ്ങനെ മലങ്കന, ഇത് കങ്കനയാ. അപ്പൊ കങ്കന കിടക്കാന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ആ രൂപത്തിൽ മുഖം നിലത്തോട്ടാക്കി കിടന്നുറങ്ങിയാൽ സ്ലീപ്പിംഗ് അപ്പോൺ ദി സ്റ്റമക്, വയറിന്മേൽ കിടക്കുക. അങ്ങനെ വയറിന്മേൽ കിടന്നാൽ നൗമത്തു ശയാത്തീൻ, ഓ മുസ്ലിമേ, നല്ല സുഖം കിട്ടുന്ന ഉറക്കാണെങ്കിലും അത് ശൈത്താനിന്റെ ഉറക്കാണ് കേട്ടോ. ആ ഉറക്കിൽ നിനക്ക് ബറക്കത്തില്ല കേട്ടോ. പിശാചിയുടെ ഉറക്ക് മുസ്ലിമീങ്ങൾ ഉറങ്ങിക്കൂടാ. ഇത് ഒരിക്കൽ കൂടി പറഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വളജഅതു അഹ്ലിന്നാർ, നരകക്കാർക്ക് നരകത്തിലൊരു കിടത്തമുണ്ടല്ലോ. ആ കിടത്തോ ഇപ്പൊ അവസാനം പറഞ്ഞ ഈ കങ്കന കിടത്തമാണ്. ആ ഉറക്ക് മുസ്ലിമിന് യോജിച്ചതല്ല. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് ലോക നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ടാണ്
യു പിയിൽ ഒരു വലിയ മഹാന്റെ മക്ബറയുണ്ട്. യു പി ഉത്തർപ്രദേശ് ബറേൽവി ഷെരീഫ് എന്ന നാട്ടിൽ പാവപ്പെട്ട ഞാൻ അവിടെ സിയാറത്തിന് പോയിട്ടുണ്ട്. മുജദ്ദിദെ ദീൻ വ മില്ലത്ത് അലാ ഹസ്രത്ത് അഹ്മദ് റസാ ഖാൻ ഫാസിലെ ബറേൽവി റഹ്മത്തുള്ളാഹി അലൈഹി. മഹാനവരുകൾ ഉറങ്ങാറുള്ളത് എങ്ങനെ അറിയോ? ഇസ്ലാമിന്റെ ചരിത്രത്തിൽ കാണാം, കിതാബിൽ കാണാം. മഹാനവരുകൾ ഉറങ്ങുമ്പോൾ യാ ആശിഖൻ നബി കൈഫ തനാമു വന്നൗമു മഅ ബുഅദിൽ ഹബീബി ഹറാമു. മുത്തുനബി തങ്ങളെ ഓർത്തിട്ടാണ് ഉറങ്ങാറുള്ളത്. അങ്ങനെ ഓർക്കുമ്പോൾ ഉറക്ക് എങ്ങനെയാണെന്നറിയാമോ? ആ ഉറങ്ങുന്ന സമയത്ത് മഹാനവരുകളുടെ ബോഡി ഷേപ്പ് ഉണ്ടല്ലോ, ആ ബോഡി ലാംഗ്വേജ് ഉണ്ടല്ലോ, അതെങ്ങനെയാണ് ബോഡി ഷേപ്പ് ആവലെന്നറിയാമോ? അറബി ഭാഷയിൽ മുഹമ്മദ് എന്നെഴുതുമ്പോ എങ്ങനെ നമ്മുടെ ശരീരമാകുമോ ആ രൂപത്തിലാണിരുന്നു. മഹാനവരുകൾ ഇങ്ങനെ ഉറങ്ങുന്നത് നോക്കിയാൽ അറബിയിൽ മുഹമ്മദ് എന്ന് എഴുതിയാൽ ഒരു മീമ് വേണം. അമ്മമാരെ ശ്രദ്ധിക്കണ്ടോ? ഹാവ് വേണം, പിന്നെ വീണ്ടും മീമുകൾ വേണം. 2 മീമുണ്ട്. മുഹമ്മ, പിന്നെ ദാലാണ്. ദാല്, ഈ അക്ഷരങ്ങൾ ഉണ്ടാകണം. മഹാനവരുകൾ ഉറങ്ങുന്നതിലേക്ക് നോക്കിയാൽ ഈ അക്ഷരങ്ങൾ കാണാൻ കഴിയുമായിരുന്നു. അതെങ്ങനെയാണ്? തല ഇത് മീമായി സങ്കല്പിക്കപ്പെടും. എന്നിട്ടോ പുറം ഭാഗം 2 കാല്, മുട്ടൻ കാല് ഒരൽപ്പം ഇങ്ങനെ നീട്ടിവെക്കും, മേലോട്ട് ഇങ്ങനെ പൊക്കി വെക്കും. മനസ്സിലാകണ്ടോ? വീട്ടിൽ പോയി ഇന്ന് ഇപ്പൊ ഏതായാലും പോയിട്ട് ഉറങ്ങല്ലേ, അപ്പൊ ഉറങ്ങുമ്പോ ഒന്ന് സങ്കല്പിച്ച് നോക്കിയാൽ മതി. അപ്പോ ആ മുട്ടൻ കാലുണ്ടല്ലോ, അത് ഹാ ആയി സങ്കല്പിക്കാണ് ഇങ്ങനെ ആയതുകൊണ്ട്. അപ്പൊ പിന്നെ അങ്ങനെ മുട്ടൻകാൽ അങ്ങനെ ആയപ്പോ പുറം ഭാഗം ഒരൽപ്പം അങ്ങോട്ട് പൊങ്ങിപ്പോകും. അപ്പൊ അത് മീമാവുകയാണ്. അറബിയിൽ അങ്ങനെയല്ലേ എഴുതാ? മു ഹ എഴുതിയാലും ഹാന്റെ അപ്പുറം പോവും മീം. എന്നാ പിന്നെ അവസാനം ദാൽ ഏതാണ്? കാലിങ്ങനെ, കാൽപാദം ഇങ്ങനെയല്ലേ വെക്കുക, അപ്പൊ അത് ദാലാണ്. മഹാനവരുകൾ ഉറങ്ങുന്ന ശൈലിയിലേക്ക് നോക്കിയാൽ അറബി അക്ഷരത്തിൽ, അറബി ഭാഷയിൽ മുഹമ്മദ് എന്നെഴുതിയാൽ എങ്ങനെ കാണുമോ അങ്ങനെയായിരുന്നു. എന്തേ കാരണോ? ഉറങ്ങുന്ന സമയത്ത് ഹബീബിനെ ഓർക്കുകയാണ്. ഓർക്കുമ്പോൾ തല മീമു പോലെയാവുകയാണ്, കാലുകളോ ഹാഗ് പോലെയാവുകയാണ്, പുറം ഭാഗം മുതുക് ഭാഗം മീമു പോലെയാവുകയാണ്, കാൽപാദം ദാല് പോലെയാവുകയാണ്. ഉറങ്ങുന്ന സമയത്ത് പോലും ഹബീബിനെ ഓർത്ത് ഉറങ്ങിയ മഹാനല്ലയോ. ഓ സുഹൃത്തുക്കളെ, ആ ആശിഖീങ്ങൾ എവിടെയാണ്? നാം എവിടെയാണ്? ഞാൻ ഒരൊറ്റ ചരിത്രം പറഞ്ഞ് ഇന്നത്തെ സംസാരം നിർത്തട്ടെയോ? ഉമ്മമാരെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് വരച്ചവർ വരയുണ്ട് കേട്ടോ. ആ വരക്കപ്പുറത്ത് മറികടന്നുകൂടാ. എന്നാലേ ഹബീബ് നിങ്ങളെ സ്വീകരിക്കുകയുള്ളൂ. ഏതുവരെ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ചെരിപ്പിട്ട് നടക്കുന്ന സമയത്ത് പോലും നിങ്ങളുടെ കാലിന്റെ ശബ്ദമുണ്ടല്ലോ, അന്യപുരുഷൻ കേട്ടുകൂടാ. അന്യപുരുഷന്മാരെ കേൾപ്പിക്കുന്ന വിധത്തില് കാലിന് ചെയിനിട്ട് നടന്നുകൂടാ. ഒരുപക്ഷേ നിങ്ങളുടെ കാലിന്റെ ചെയിനിന്റെ ശബ്ദം കേട്ടപ്പോൾ ആ അന്യപുരുഷന്റെ മനസ്സിലൊരു തെറ്റായ വികാരമോ ഒരു ചിന്തയോ വന്നാൽ അതിന് കാരണം നിങ്ങളാണ് കേട്ടോ. ഹബീബായ തങ്ങൾ വരച്ച വരക്കപ്പുറം നിങ്ങൾ മറികടന്നു കേട്ടോ. എല്ലാ നിയമങ്ങളും ശ്രദ്ധിക്കണോ? അറിയില്ലേ? ഞാൻ ഒരൊറ്റ ചരിത്രം പറഞ്ഞു നിർത്തട്ടെ. സയ്യിദത്തുനാ ബീവി സഫിയ, എല്ലാ പുരുഷന്മാരെ ഒരു 5 മിനിറ്റ് ഒന്ന് എണീറ്റ് നിൽക്കുമോ? ഒരു 5 മിനിറ്റ് മാത്രമാണ്. ഉമ്മമാരവിടെ തന്നെ ഇരിക്കണം, പുരുഷന്മാരവിടെ തന്നെ നിന്നാ മതി, ഇങ്ങോട്ട് വരണ്ട. പ്രായമുള്ള ഉപ്പമാരവിടെ കസേരയിലിരിക്കുന്നതിന് വിരോധമില്ല. പറയാൻ പോകുന്ന ചരിത്രം നമ്മുടെ ഖൽബിലൊരു മാറ്റമുണ്ടാക്കണം. ആരാണെന്നറിയാമോ? മഹദിയായ ബീവി സഫിയ.
സഫിയ ബീവി റളിയല്ലാഹു അൻഹ ആരാണ്? ഉഹുദിന്റെ യുദ്ധഭൂമിയിൽ ഷഹീദായി കിടന്ന ഹംസത്തുൽ കർറാർ റളിയല്ലാഹു അൻഹു ഇല്ലയോ? ആ മഹാന്റെ പെങ്ങളാണ്. വബിഹംസത്തൽ കർറാരി അമ്മിൽ മുസ്തഫ അസദിൽ ഇലാഹി വ സയ്യിദിശ് ശുഹദായി. ആ ഒരു വരിയുണ്ടല്ലോ, നിങ്ങൾ എല്ലാ സമയങ്ങളിലും ആ വരി ഉച്ചരിച്ച് ഒരു കാര്യത്തോട്ട് ഇറങ്ങിയാൽ നിങ്ങൾക്ക് ആ വിഷയത്തിൽ വലിയ ഫത്ഹാണ് കേട്ടോ. ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുള്ള തവസ്സുലിന്റെ വരിയാണത്. ഈ പാവപ്പെട്ട ഞാൻ എവിടെയെല്ലാം പ്രഭാഷണത്തിന് വേദികളിൽ കയറുമോ ആ വരി 3 തവണ ചൊല്ലാതെ കയറാറില്ല. എവിടെയെല്ലാം അത് ചൊല്ലിയിട്ട് കയറിയിട്ടുണ്ടോ അവിടെയെല്ലാം വിജയമാണ്. ആ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ പേരിന് അല്ലാഹ് ഇത്രയും വലിയ പവർ കൊടുക്കാനുണ്ടായ കാരണോ ഉഹുദിന്റെ യുദ്ധഭൂമിയിൽ ഷഹീദാവുകയാണ്. അതാ മഹാനവരുകളോടുള്ള വൈരാഗ്യം തീരാതെയായപ്പോൾ കരളങ്ങ് പുറത്തെടുത്ത് വായയിലിട്ടിട്ട് പല്ലുകൊണ്ടങ്ങ് ചരിച്ചു തുപ്പിക്കളഞ്ഞു. എന്നിട്ട് പോലും വൈരാഗ്യം തീരാതെയായപ്പോൾ പലതും ചെയ്തില്ലയോ? ആ ഹംസ റളിയല്ലാഹു അൻഹു ഉഹുദിന്റെ യുദ്ധഭൂമിയിൽ ഷഹീദായി കിടക്കുമ്പോ സഫിയ ബീവി ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ പെങ്ങളാണ്. ആ പെങ്ങൾക്ക് വിവരം കിട്ടി, പെങ്ങളെ ഹംസ റളിയല്ലാഹു അൻഹു ആകുന്ന സഹോദരൻ ഉഹുദിന്റെ യുദ്ധഭൂമിയിൽ ഷഹീദായിട്ടുണ്ട് കേട്ടോ. ഇതങ്ങ് കേട്ടപ്പോൾ ആ മയ്യിത്തിനെ ഒരു നോക്ക് കാണാൻ പാഞ്ഞു വരികയാണ്, ഓടി വരികയാണ് സഹോദരിയായ സഫിയ ബീവി റളിയല്ലാഹു അൻഹാ. പക്ഷേ ഉഹുദിന്റെ യുദ്ധഭൂമിയിലേക്ക് അടുത്തപ്പോൾ ചോദിക്കട്ടെ പെങ്ങളെ, ഒരു സഹോദരന്റെ മയ്യത്ത് കാണാൻ ആഗ്രഹിക്കാത്ത സഹോദരിയുണ്ടോ? ഒരു സഹോദരിക്ക് സഹോദരനോട് വലിയ സ്നേഹമാണെങ്കിൽ ഇനി ആ സഹോദരനെ ദുനിയാവിൽ കാണാനില്ല. ഇനി കാണാനുള്ളൊരു അവസാനത്തെ ചാൻസാണ് മയ്യത്തായി കിടന്നപ്പോ. അത് കാണാനുള്ള അവസരം പാഴാക്കുമോ? സഫിയ ബീവി റളിയല്ലാഹു അൻഹ ഓടി വരുമ്പോ അതാ കണ്ടില്ലയോ, സുബൈർ റളിയല്ലാഹു അൻഹു തടഞ്ഞു വെച്ചു. സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സഫിയ പോകണ്ട, ഹംസയെ കാണാൻ അനുവദിക്കൂല. കാരണം ഒരു മയ്യത്തിനെ പോലെ കാണാൻ പറ്റിയ രൂപത്തിലല്ല. ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊന്നൂന്ന് മാത്രമല്ല, കരളങ്ങ് പുറത്തെടുത്ത് വായയിലങ്ങ് ഇട്ടിട്ട് പല്ലുകൊണ്ടങ്ങ് ചരിച്ച് തുപ്പിക്കളഞ്ഞതാണ്. ആ കരള് പുറത്തുണ്ട്, അത് കാണാൻ സഫിയയെ അനുവദിച്ചുകൂടാ. ഒരു സഹോദരന്റെ മയ്യത്ത് അതുപോലെ കാണാൻ ഏത് സഹോദരിയാണ് ആഗ്രഹിക്കുന്നത്? ഉമ്മമാരെ, ഏത് പെങ്ങളാണ് ആഗ്രഹിക്കുന്നത്? സഹോദരിമാരെ. സുബൈർ റളിയല്ലാഹു അൻഹു തടഞ്ഞു വെച്ചപ്പോൾ സഫിയ ബീവി സഹോദരന്റെ മയ്യത്ത് അവസാനമൊന്ന് കാണാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിച്ചു പോയി, അല്ലയോ സുബൈറേ, ഹലിൽ അർളു ലക, ഈ ഭൂമി നിനക്കുള്ളതാണോ സുബൈറേ? ഈ ഭൂമി അല്ലാഹുവിനുള്ളതല്ലയോ? ഇത് നിങ്ങൾക്ക് ഉടമപ്പെട്ടതാണോ? ഇത് അല്ലാഹുവിന്റെ ഭൂമിയാണോ സുബൈറിന്റെ ഭൂമിയാണോ? സുബൈറിന്റെ ഭൂമിയാണെങ്കിൽ തടഞ്ഞു വെച്ചോ. അള്ളാന്റെ ഭൂമിയാണ് ഈ ഭൂമിയെങ്കിൽ എന്റെ സഹോദരനായ ഹംസ കിടക്കുന്ന ഭൂമിയുണ്ടല്ലോ, അത് ഖാലിഖായ ജഗന്നിയന്താവായ സൃഷ്ടാവായ റബ്ബിന്റെ ഭൂമിയാണെങ്കിൽ ഈ പെങ്ങളായ സഫിയക്കൊന്ന് കാണാൻ അവസരം തരണേ. അപ്പോഴാണ് സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സഫിയ, ഇത് എന്റെ തീരുമാനമല്ല സഫിയ,
ഇതാരുടെ തീരുമാനമാണെന്നറിയാമോ? ജമീനോ സമാൻ തുമാരേ ലിയേ, മക്കീനോ മക്കാൻ തുമാരേ ലിയേ, ചുനീനോ ചുനാ तुम्हारे लिए, हरे बने दो जहां तुम्हारे लिए, ताजदारे मदीना सरकारे आलम सैयदे कायनात जनाबे मुहम्मदुर रसूलुल्लाह।